الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. അതെ, കണ്ണീരിൽ കുതിർന്ന ഹജ്ജ് യാത്ര. ആകാശഭൂമി വിധാനിച്ച് പോറ്റുന്ന ആദിപരാപരനെ, ആലിമുൽ ഗൈബായ തമ്പുരാനെ, ആദരവേഗം ഫളലുൽആബിദെന്നോരെ ചരിതം പറയുവാനേ, വിനീതനിൽ സൗഭാഗ്യമേകിടണേ. അതെ, പതിവ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി വന്നു. അതെ, നമ്മുടെ കഥാപുരുഷനായ ഫളലുൽ തങ്ങളായിരുന്നു ആവുന്നത്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഫളലിനെ നബി അരികിലേക്ക് വിളിച്ചു. സ്നേഹപുരസരം തലോടിക്കൊണ്ട് വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. അതെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയും. എന്റെ കാലശേഷം താങ്കൾ വേദനാജനകമായ പല സംഭവങ്ങളും നേരിടേണ്ടി വരും. താങ്കളെ വ്യഭിചാരിയും കൊലപ്പുള്ളിയും നീചകൃത്യനെന്ന് ജനങ്ങൾ മുദ്രകുത്തും. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അതെ, ഒന്നും ഭയപ്പെടാനില്ല. കുറ്റക്കാരനായി വിധിക്കപ്പെട്ട താങ്കൾ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ മരണത്തിന്റെ കാലൊച്ച കാതിൽ വന്നടിക്കുന്ന സമയത്ത് താങ്കളെ രക്ഷിക്കാൻ ഒരാൾ പാഞ്ഞെത്തും. അതാരാണ് റസൂലേ? അതെ, മറ്റാരുമല്ല, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ്, എന്റെ മരുമകൻ അലി. ഞെട്ടിത്തെറിക്കുന്നു സ്വഹാബി വര്യൻ, ഞെട്ടറ്റ പൂവ് പോൽ താഴെ വീണു. കണ്ടു നിൽക്കുന്നവർ സ്തംഭിതരായി, പരിസരം ശോകമുഖമായി. കാലങ്ങൾ കാറ്റുവേഗത്തിൽ ചിറകിട്ടടിച്ച് മുന്നോട്ട് പറന്നു. പ്രപഞ്ചത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് നമ്മോട് വിട പറഞ്ഞു. അധികം താമസിച്ചില്ല. അബൂബക്കർ നമ്മോട് വിട പറഞ്ഞു. പിന്നീട് ഉമർ ആണ് ഭരണാധിപൻ. ഈ സമയത്താണ് ആ വേദനാജനകമായ ആ സംഭവം നടക്കുന്നത്. അതെ, ഫളലുൽ പള്ളിയിലേക്ക് പോകുകയാണ്. ആ സമയത്ത് ഒരു പെണ്ണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഞാൻ ജാരിയ, ഞാനൊരു ജൂത സ്ത്രീയാണ്. എങ്കിലും സ്നേഹത്തിന് മുന്നിൽ ജാതിയും വർണ്ണവും പ്രശ്നമല്ലല്ലോ. അങ്ങയെ പോലത്തെ ഒരു സുമുഖനെ ഞാൻ ഈ ഭൂമുഖത്ത് കണ്ടിട്ടില്ല. അങ്ങയുടെ അഴകിനെ വർണ്ണിക്കുകയാണെങ്കിൽ ഉലകം വിരിഞ്ഞു നിൽക്കും പൂങ്കാരമോ നിലാവോ, ഗുണമിൽ നിഗന്ധിരെന്തോ മനമേറും നാശപൂവോ, തെളിയും സുഗന്ധരാജ ഒളിവേകിടും തിരാജ, മൃദുമാസമെന്തിലബുനോ ഉലകം വിരിഞ്ഞു നിൽക്കും പൂങ്കാരമോ നിലാവോ. ഫളലിനെ വശീകരിക്കാൻ അവൾ 18 അടവും പയറ്റി നോക്കി. അചഞ്ചലമായ ഹൃദയത്തിൽ ഈമാൻ അരക്കിടുറപ്പിച്ച സ്വഹാബി അവളോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ ഈ നടത്തൽ വിഫലമാണ്. എന്നെ ആഗ്രഹിച്ച് നടക്കുന്നത് നിനക്ക് അത് വെറും സ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫളലുൽ തങ്ങൾ പള്ളിയിലേക്ക് പോയി. ദിവസങ്ങൾ അവൾ ഫളലിനെ ശല്യപ്പെടുത്തൽ തുടർന്നുകൊണ്ടിരുന്നു. എന്നും ഫളലുൽ പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു, റബ്ബേ, ജായയുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? ആരും അറിയാതെ നാട് വിട്ടെങ്കിലോ? ആ സമയത്താണ് ആ സന്തോഷ വാർത്ത കേട്ടത്. എന്തായിരുന്നു അത്? അധിപതി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങളിന്നൊരുങ്ങിടുന്നേ. ഹജ്ജ് ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. അക്കൊല്ലത്തെ ഹജ്ജിന് എല്ലാവരും പോകുന്നത് ഫളൽ സന്തോഷത്തോടെയാണ് ശ്രമിച്ചത്. ഫളലും അക്കൂട്ടത്തിൽ പോകാൻ തീരുമാനിച്ചു. യാത്രയുടെ ദിവസം അടുത്തുന്നു. അങ്ങനെ ഹജ്ജ് സംഘം യാത്രയായി. അവർ കിലോമീറ്ററുകൾ പിന്നിട്ടു. സമയം സന്ധ്യയായി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. അതിവിശാലമായ മരുഭൂമിയിൽ എല്ലാവരും കൂടാരം കെട്ടി. സമയം ഇഴഞ്ഞു നീങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ എവിടെ നിന്ന് ഒരു കുറുക്കൻ ഓരിയിട്ടു. ഈ സമയത്ത് ഫളലിന്റെ കൂടാരത്തിന് പുറത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം. അസ്സലാമു അലൈക്കും. ആരാണ് അസൈമത്ത് സലാം പറയുന്നത്? ഫളൽ പുറത്തു വന്നു നോക്കി. ഇത് ഞാനാണ് ജാരിയ. ജാരിയ, എങ്ങനെയാണ് നീ ഇവിടെ വന്നത്? നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? അതെ, കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ തണുപ്പുള്ള രാത്രി ഇതാ ഒന്ന് സമ്മതിച്ചാൽ നേരം വെളുക്കുന്നുണ്ട്, ഞാൻ സ്ഥലം വരാം.
എന്താണ് ജാരിയ നീ പറയുന്നത്? ആരും കാണുന്നില്ലെന്നോ? എന്റെ റബ്ബിന്റെ കണ്ണ് കെട്ടാൻ നിനക്ക് സാധിക്കുമോ? മര്യാദക്ക് പോകലാണ് നിനക്ക് നല്ലത്. ഫളിന്റെ പിടത സ്വരത്തിലുള്ള വാക്ക് കേട്ട് അവൾ അല്പനേരം തരിച്ചു നിന്നുപോയി. നിന്നെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് അവൾ അവളുടെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ പ്രഭാതം മുടങ്ങി ഹജ്ജ് സംഘം വീണ്ടും യാത്രയായി. അങ്ങനെ അന്നത്തെ പകലും എരിഞ്ഞമർന്നു. ഭൂമിയിൽ ഇരുട്ട് പകർന്നപ്പോൾ ഫളിന് ആവലാതി കൂടിയ റബ്ബേ, ജാരിയയ്ക്ക് എന്തൊക്കെയാണ് ഉദ്ദേശം? ഒന്നും അറിയില്ല. പാതിരാവുകൾ അദ്ദേഹം കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചു. മനസ്സിന്റെ ദുഃഖവും യാത്രാക്ഷീണവും അദ്ദേഹത്തെ തളർത്തി. അദ്ദേഹം മയങ്ങിപ്പോയി. ഈ സമയം ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെ വിളിച്ചു നിർത്തി. ഇതാ, ഈ പണക്കിഴി കൊണ്ടുപോയി ഫളിന്റെ ഭാണ്ഡത്തിൽ ഭദ്രമായി വെച്ച് കെട്ടണം. ഒരു മണൽത്തരി പോലും അറിയാതെ തിരിച്ചു പോയിരുന്നു. ഭൃത്യൻ പറഞ്ഞതുപോലെ വിദഗ്ധമായി ചെയ്തു. അങ്ങനെ അന്നത്തെ പ്രഭാതം എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്തു പറ്റി? എന്റെ പണക്കിഴി കാണുന്നില്ല. ഈ സംഘത്തിൽ ഒരു കള്ളനുണ്ട്. ഹജ്ജ് സംഘത്തിന്റെ ആമീർ എല്ലാവരുടെ ഭാണ്ഡവും പരിശോധിച്ചു. ആരുടെ ഭാണ്ഡത്തിലും അവളുടെ പണക്കിഴിയില്ല. എന്താ നിങ്ങൾ അയാളുടെ ഭാണ്ഡം പരിശോധിക്കാത്തത്? അവൾ ഫളിന് നേരെ ചൊല്ലിക്കൊണ്ട് പറയും. പെണ്ണെ, അതാരാണെന്ന് എനിക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സ്നേഹിച്ച ഫളിലാബുദ്ധങ്ങളാണത്. നിന്റെ പണക്കിഴി എടുക്കാൻ മാത്രം തരം താഴ്ന്ന വ്യക്തിയല്ല അദ്ദേഹം. എങ്കിലും പരിശോധിച്ചുകൂടെ? അല്ല, നിങ്ങൾ എന്റെ ഭാണ്ഡം പരിശോധിക്കണം. എന്നിട്ട് ആ സ്ത്രീയുടെ സംശയം തീർക്കണം. അതാണ് നീതി. ഫളിന്റെ വാക്ക് മാനിച്ച് ഭാണ്ഡം പരിശോധിച്ചപ്പോൾ സൽമാൻ ഫാരിസി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. കണ്ടോ പണക്കിഴി ഫളിൽ ഭാണ്ഡം എന്ത് എല്ലാ കേട്ടു. ഉടനെ അമനോഹരമായ കൈകളിലേക്ക് എത്തപ്പെട്ടു. അന്ന് ഭൂമിയിൽ ഇരുട്ട് പകർന്നു. മനസ്സിന്റെ ദുഃഖവും അപമാനവും താങ്ങാനാകാതെ ഫളുല്ലാബിദ് ഉറങ്ങിപ്പോയി. ഈ സമയം ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെ വിളിച്ചു നോക്കി. ഇതാ, ഈ പൊടി കൊണ്ടുപോയി നീ ഫളിന്റെ മുഖത്ത് വിതരണം. ബോധം പോയാൽ അയാളെ താങ്ങിയെടുത്ത് എന്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കിടത്തണം. മാത്രമല്ല, എന്റെ അടിമസ്ത്രീ ഷഹീദ, അവളെ നീ കൊല്ലണം. അയ്യോ, എനിക്ക് വയ്യ ഗൗരി. നിനക്ക് വയ്യാമെങ്കിൽ ഞാൻ ചെയ്യാമടോ. ജാരിയ നേരത്തെ കരുതി വെച്ചിരുന്ന മൂർച്ചയുള്ള കഠാരി ഉറങ്ങിക്കിടക്കുന്ന ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തിയിറക്കി. രക്തം ചീറ്റിയപ്പോൾ ഒപ്പം നിന്നിരുന്ന അസ്വദ് തേങ്ങിക്കരഞ്ഞു. ഷഹീദ 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 പോയല്ലോ പൊന്നുമോളെ, ഞാനൊക്കെ കായല്ലോ പൂനിലാവേ. സ്നേഹപ്രതീകമേ, സന്തോഷദീപമേ, സന്താപവേളയിൽ സാന്ത്വന വചനവുമായി വന്നണയുന്ന മോളെ, എന്റെ കൽവിലെ പൂമലരെ. സുഹൃത്തുക്കളെ, ഫളിനെ ഇപ്പോൾ ജാരിയ തന്റെ ടെന്റിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ഫളിന്റെ ബോധം അല്പാൽപമായി തെളിയുന്നു. ഇത് കണ്ട ജാരിയ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് മാറോട് ചേർത്ത് അലമുറയിട്ടു. ജനങ്ങൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിക്കൂടി. എന്തുപറ്റി? ഇയാൾ എന്നെ മാനഭംഗപ്പെടുത്താൻ വന്നു. ഞാനും എന്റെ അടിമസ്ത്രീയും എതിർത്തപ്പോൾ അടിമ ഇയാൾ കുത്തിവീഴ്ത്തി. പിടിച്ച് കെട്ടടോ ഈ ഭിഖാരിയെ. ഇന്നലെയല്ലേ ഇയാൾ ഒരു പെണ്ണിന്റെ പണം മോഷ്ടിച്ചത്? ഇപ്പോൾ ഇതാ ഒരു പെണ്ണിനെ കൊന്നിട്ടിരിക്കുന്നു. മാത്രമല്ല ബലാത്സംഗവും. ഇയാളെ ഇപ്പോൾ തന്നെ കൊല്ലണം. ജനങ്ങൾ പലതും പറയാൻ തുടങ്ങി. ഈ സമയത്താണ് ഫളിന്റെ ബോധം ശരിക്കും തെളിഞ്ഞു വന്നത്. റബ്ബേ, എല്ലാവരും എന്റെ നേരെ കയർക്കുകയാണല്ലോ. എന്തൊക്കെയാണ് സംഭവിച്ചത് ഒന്നും അറിയില്ല. അദ്ദേഹം ആ വിരിപ്പിൽ കിടന്ന് മുഖം നിരത്തമർത്തി പൊട്ടിക്കരഞ്ഞു. നേരം പുലരുമുണ്ട് അടിമസ്ത്രീയെ ജനങ്ങൾ മറവു ചെയ്തു. പ്രഭാതം വരുന്നു. ഹജ്ജ് സംഘം വീണ്ടും യാത്രയായി. അതാ കാണുന്നു കഅബ ശരീഫ്. കഅബ ശരീഫിന്റെ രൂപം കണ്ടപ്പോൾ ഫളുല്ലാബിദിന് സങ്കടം പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു.
കഅബ ശരീഫിൻ രൂപം കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞു ഫളുൽ ആബിദ്. കരളെ ഞാൻ നിന്നെ കാണാൻ വന്ന സ്ഥിതി കണ്ടു, കൈകാലിൽ എനിക്കില്ലൊരാവത്, കൈകാലിൽ എനിക്കില്ലൊരാവത്. അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞു. ഹജ്ജ് സംഘം മടക്കി യാത്ര തിരിക്കപ്പെട്ടു. മദീന ഹജ്ജ് സംഘത്തെ വരവേറ്റു. ഇവിടെ നമ്മുടെ മഹാനായ ഈ സംഘത്തിന് പിന്നിലുണ്ട്. എന്താണ് സഹോദരന്മാരെ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഫളുലിന്റെ വിചാരണക്കെടുക്കുന്ന ദിവസം അടുത്തു വന്നു. പ്രഖ്യാപിച്ചു, പിന്നെ കാലത്ത് ഫളുലിനെ 2 റക്അത്ത് നിസ്കരിക്കും, വേഗം പോയി നിസ്കരിച്ചോളൂ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ആരെയോ വിളിച്ച് കരയുകയാണ്. ഹബീബിന്റെ മരുമകനെ അലിയാറ് തങ്ങളെ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ദുൽദുൽ കുതിരപ്പുറത്ത് ദുൽഫുകാർ വാളുമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അഭ്യർത്ഥന പ്രകാരം കേസ് പുനർവിചാരണക്കെടുത്തു. അങ്ങനെ ജാര്യ തന്റെ വൃത്തിന് അസുഖമായി ചേർന്നുണ്ടാക്കിയ ഗർഭത്തിലുള്ള കുഞ്ഞ് പുറത്തു വന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുഞ്ഞെല്ലാം സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഇത് കേട്ടപാടെ ജനങ്ങൾ ഞെട്ടിത്തിരിഞ്ഞു. ജനങ്ങൾ തക്ബീർ ധ്വനികൾ മുഴക്കി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ചരിത്രം സുദീർഘമാണ്, ഞാനിവിടെ ചുരുക്കുകയാണ്. വാഹൃദാവാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ് കോർഡിനേറ്റർ ബി ഓൺ ദി സ്റ്റേജ്. വേദി 1 കഥാപ്രസംഗ മത്സരം തുടരുന്നു. മഗ്‌രിബിന് ശേഷം വേദി 2 വാദ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രൂപ്പ് ലീഡർമാർ ശ്രദ്ധിക്കുക. നേരത്തെ നിശ്ചയിച്ചിരുന്നത് വേദി 1 വാദ്. സമയക്കുറവ് കാരണത്താൽ വേദി 2 മാറ്റിയിരിക്കുന്നു. മഗ്‌രിബ് നമസ്കരിച്ച ഉടൻ വേദി 2 വാദുണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, സഹപാഠികളെ, വിദ്യാർത്ഥി വ്യക്തിത്വങ്ങളെ, ഈ വേളയിൽ അല്പം സംസാരിക്കാൻ കഴിവ് കിട്ടിയതിൽ ആദ്യമായി ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മർറ. കാലഘട്ടത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് സഹാബിമാരുടെ വലിയ ചരിത്ര സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്ന കഥ. പക്ഷേ ഞാനിവിടെ പാടി പറയാൻ പോകുന്ന കഥ അത് ബിലാലിന്റെ നാഥം. അതെ, ബിലാലിന്റെ നാഥം. ചരിതങ്ങൾ ഉറങ്ങിടും നാട്, ചരിതങ്ങൾ ഉറങ്ങിടും നാടാ തീരു അബ്ദീനിലാദാ തിരക്കുന്നേ. കഥനത്തിൻ കഥയേറെ നേരിൽ കണ്ട് ബിലാൽ മരുഭൂമിൽ ജനിക്കുന്നേ. ചരിത്രങ്ങൾ ഉറങ്ങിടും നാടാം തീരു അബ്ദീനിലാദാ തിരക്കുന്നേ. കഥനത്തിൻ കഥയേറെ നേരിൽ കണ്ട് ബിലാൽ മരുഭൂമിൽ ജനിക്കുന്നേ. ഹിജ്റ 43 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ റഹാബിന്റെയും ഹമാമയുടെയും അതേ ആഫ്രിക്കയിലെ അടിമവർഗത്തിൽപ്പെട്ട ബിലാൽ ഈ ലോകത്തേക്ക് പൂജാതനാകുന്നു. അവിടെ ആഫ്രിക്കയിൽ അങ്ങകലെ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു കച്ചവട സഹായി മക്കയിൽ അടിമയെ വിലക്ക് വാങ്ങൽ ഏർപ്പാടുള്ള കാലഘട്ടമായിരുന്നു. അവിടെ ഇരിക്കെ ആഫ്രിക്കയിലേക്ക് അതാ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ചെന്നു. എന്നിട്ടോ നമ്മുടെ ബിലാലിനെ ഇങ്ങോട്ട് വില കൊടുത്തു വാങ്ങി. ബിലാൽ മക്കയിലെത്തി. അങ്ങനെയാണ് ആ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനെ കുറിച്ച് പറയുമ്പോൾ
അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ തന്റെ യജമാനനോട് ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ സൗമ്യമായ പെരുമാറ്റം. പക്ഷെ തിരിച്ചോ വളരെ ക്രൂരമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ചെയ്തത്. അങ്ങനെ ഇരിക്കെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആ വാർത്ത കേൾക്കുന്നത്. സൈറിന്നിലാവൊളി ഖബറിന്റെ പൊന്നൊളി മക്കത്തുദിച്ചതാ ബിലാൽ കൊതിച്ചതാ മദനിസിലാഹിൻ തീരത്തണഞ്ഞതാ. സൈറിന്നിലാവൊളി ഖബറിന്റെ പൊന്നൊളി മക്കത്തുദിച്ചതാ ബിലാൽ കൊതിച്ചതാ മദമാനിസിലാഹിൻ തീരത്തണഞ്ഞതാ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രത്തിന്റെയും മനുഷ്യനെ മനുഷ്യനായി കാണാനും അക്രമങ്ങൾ അനീതികളും നിർത്തലാക്കാനും ഇതാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മക്കയിൽ എത്തിയിരിക്കുന്നു അത്രേ. ഈ വാർത്ത ബിലാലിന്റെ ചെവിയിലും കേട്ടു. ബിലാൽ കാതോർത്തു. വളരെ രഹസ്യമായി ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കെ ബിലാലിന് ഒരു പാഠം പഠിപ്പിക്കണം അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ തീരുമാനിച്ചു. വിട്ടില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ഉമയ്യ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ആ മക്കയിലെ ഏറ്റവും വലിയ ഭീകരവാദിയായിരുന്ന ഒരു വലിയ ക്രൂരനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്ത് ചെയ്തു? ഉമയ്യത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു വിറ്റു. ഉമയ്യ അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. പാവപ്പെട്ട ബിലാലിന്റെ മേലിൽ അതാ അക്രമങ്ങളുടെ അലമാലകൾ ചുരുക്കി വീഴാൻ തുടങ്ങി. അല്ലാഹ്, പക്ഷേ ബിലാൽ പതറിയില്ല. ഭർത്തനത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു. എത്രമെന്നല്ലേ മികവുറ്റ കുഫിർ സംഗമത കോടി കേൾക്കുവാനാടീനാലും നമ്മളോട് തേടി കേളിയിൽ മികവുറ്റക്കും തേടി നെഞ്ചിക്കല്ലതരുന്നേ ചുണ്ടിൽ അഹദിയരുന്നേ ചുണ്ടിൽ അഹദിയരുന്നേ കണ്ണിടക്കുപ്പിന് സംഘമെല്ലാം കൂടെ പൊട്ടിച്ചിരിക്കുന്നേ. ആഞ്ഞടിക്കണ് ആളഭിഷന് ആളെ കൊണ്ടിന് ആളെ ആഞ്ഞടിക്കണ് ആളെ കൊണ്ടിന് ആരുമില്ലാതെ കിടക്കണ് ആദിയിലായി നിന്നതിൽ തേങ്ങിടുന്നേ പൊന്നുപിരാനും തേങ്ങിടുന്നേ. കേളിയിൽ മികവുറ്റ കുബിർ സംഗമത കൂടി. അതെ, ഇസ്ലാമത സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മുടെ കഥാപുരുഷന് ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഖുറൈശി കിങ്കരന്മാരുടെ തലവനായ ഉമയ്യ ചുട്ടുകൊള്ളുന്ന മണൽ കിടത്തി 5 കല്ലത്ത് വെച്ച് അടിച്ചിറക്കി. എന്തെല്ലാം ക്രൂരതകൾ! ചാട്ടവലിനെ നിഷ്ക്രൂരം വധിച്ചുകൾ എന്ന് പറയുന്നു. ഏതാ ദിശ? ബിലാലേ, നീ എങ്ങാനും നീ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ ഉമയ്യത്തിനെ വധിച്ചു കളയുമെന്ന് ബിലാലിനോട് മുറക്കുന്നു. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട കഥാപുരുഷൻ പതറിയില്ല. അദ്ദേഹം വിളകുന്ന ചുണ്ടിൽ നിന്ന് അഹദ് 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ആ വഴി ഒരു പുരുഷൻ കടന്നു വന്നത്. ആരാണല്ലേ? പുണ്യബിലാലേ പൂന്തേനിലാവേ, പുണ്യബിലാലേ പൂന്തേനിലാവേ, എന്നിൽ അയച്ചിടുമോ വിന തന്നാൽ എനിക്കായി നൽകിടുമോ, തങ്ങളെ എനിക്കായി നൽകിടുമോ. ഇസ്ലാമുറച്ച് ഈമാൻ നദിച്ച്, ഇസ്ലാമുറച്ച് ഈമാൻ നദിച്ച് പണമായി വന്നിടുന്നു. സിദ്ദീഖർ ഉമയ്യയിൽ നൽകിടുന്നു, മോചനമോദിടുന്നു. റളിയല്ലാഹുവിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കടന്നു വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു വിവരം അന്വേഷിച്ചു. എന്ത് പറ്റി ഉമയ്യ? എന്തിനാണ് ഈ പാവത്തിനെ ഇങ്ങനെ അടിക്കുന്നത്? ഉമയ്യ തിരിച്ചു മറുപടി പറഞ്ഞു, ഇദ്ദേഹം ഇസ്ലാമിന്റെ മതത്തിൽ ചേർന്നിരിക്കുന്നു. അങ്ങനെ എനിക്ക് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ ഞാനവനെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലിനെയും കൂട്ടിക്കൊണ്ട് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് മുത്ത് ബിലാലോട് മുത്ത് എത്തി ബിലാലെന്നതാറ് സൂമിപ്പവനം തൂതരിലായി ചൊല്ലി ബിലാലിന്റെ മോചനം. റസൂലിന്റെ അടുത്ത് വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ, ഇത് ബിലാൽ, ഞാൻ അദ്ദേഹത്തെ മോചനമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്.
ഇതാ അങ്ങ് സ്വീകരിച്ചാലും സദസ്സിൽ ഇത് കേൾക്കേണ്ട താമസം തെക്കുതീർപ്പുകൾ മുടങ്ങി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്തെന്നല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വെറുതെ വിട്ടില്ല. ആ നിൽക്കുന്ന ലക്ഷക്കണക്കിന് സഹാബാക്കൾക്ക് 5 നേരം ബാങ്കിന്റെ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ മധുരമൂറുന്ന ശബ്ദം ബിലാൽ റളിയല്ലാഹു അൻഹു ശ്രവിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ബിലാലതാ പെട്ടെന്നായിരുന്നു ബിലാലിന്റെ ചെവിയിൽ മറ്റൊരു വാർത്ത എന്താണെന്നല്ലേ ബദറിൻ ധ്വനി കേട്ട് പലമിൽ ഒളിവച്ച് അടിയായി അടിവെച്ച് ബദറിലെന്ന് പകയാൽ ഒരു മുത്ത് പകരം ഉറവിച്ച് പോതിരെ എതിരായി ബിലാലോരന്ന് കുറേശ്ശി വന്ദന ഉമയ്യത്തിങ്കാല അറിയാനായി പടവെട്ടുന്നേ അടരാടി പോരാടി അടരാടി പോരാടി ഉമയ്യാതുലയിന്റെ തല കൊണ്ടാടി അടരാടി പോരാടി ഉടമ ഉമയ്യന്റെ തല കൊണ്ടാടി. അതെ, തന്നെ ഇത്രകാലം വർദ്ധിച്ചിരുന്ന ഉമയ്യത്തിന്റെ നേരെ ബിലാൽ റളിയല്ലാഹു അൻഹു ചീറിപ്പാഞ്ഞു. അതാ വിളിച്ചു, എടാ ഉമയ്യ, എടാ ഉമയ്യ. ഉമയ്യ അതാ തിരിച്ചു നോക്കേണ്ട താമസം അമ്പുമായിട്ട് ബിലാൽ കുതിച്ചെറിഞ്ഞു. അതെ, ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചകത്തേക്ക് കുതിച്ചു കയറി. അതെ, ബിലാൽ റളിയല്ലാഹു അൻഹു എറിഞ്ഞ അമ്പ് തിരിഞ്ഞു നിൽക്കേണ്ട താമസം ഉമയ്യ പിടഞ്ഞു വീണു. ഉമയ്യ പിടഞ്ഞു വീണു. അപ്പോഴാണ് ഏറെ സംഭവം ബിലാൽ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. റസൂലിന്റെ പേർപാടിൻ ധ്വനിയന്ന് മണ്ണിലുയർന്നിടുന്നേ ബിലാലോരെ വാർത്തയറിഞ്ഞപ്പോൾ ദശനത്താൽ തേടിടുന്നേ മദീന വിട്ടിടുന്നേ. അതെ, എനിക്ക് സഹിക്കാൻ കഴിയാത്ത വാർത്ത. എന്താണ് ഞാനിത് കേൾക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, ഇങ്ങനെ സംഭവിക്കില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വിഷമിച്ചു. റസൂലില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അബൂബക്കറിന്റെ നേരെ ഓടി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, എനിക്ക് ഷാമിലേക്ക് പോകണം, അങ്ങ് സമ്മതം തരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവാം, സമ്മതം തരാം, പക്ഷേ ഞാൻ മരിച്ചതിന് ശേഷം മാത്രം. അങ്ങനെ സമ്മതം കൊടുത്തു. നമ്മുടെ കഥാപുരുഷൻ ഷാമിലേക്ക് യാത്രയായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് ഷാമിലേക്ക് യാത്രയായി. 60 വയസ്സുകാലം അവിടെ താമസിച്ചു. പിന്നീട് ഡെൻമാർക്കിലേക്ക് പോയി. അവിടെ വെച്ച് ുമായി ഉങ്ങളോട് വിട പറഞ്ഞു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ശ്രദ്ധിക്കുക, ഇനി മത്സരങ്ങൾ മഗ്‌രിബ് നമസ്കരിച്ച ഉടനെ വേദി കഥാപ്രസംഗ മത്സരം തുടരും. ഗ്രൂപ്പിലെ ജാമിയയുടെ സമസ്തയുടെ ആത്മീയ പൂമരങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വാങ്ങനുള്ള വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. സമസ്തയുടെ ആത്മീയ പൂമരങ്ങൾ. വാങ്ങ മത്സരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മഗ്‌രിബിന് ശേഷം വാങ്ങ മത്സരം ഉണ്ടായിരിക്കുന്നതാണ് വേദി 2 വെച്ച്. അതിനുള്ള വിഷയമാണ് പറയുന്നത് സമസ്തയുടെ ആത്മീയ പൂമരങ്ങൾ.